ഫലവൃക്ഷങ്ങൾ കൊണ്ട് പെരിയാർ തീരത്ത് ഒരു പറുദീസ തീർത്തിരിക്കുകയാണ് പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടി സ്വദേശി ശ്രീകുമാർ മേനോൻ. വിദേശികളും സ്വദേശികളുമായി 500-ലേറെ വൃക്ഷങ്ങളാണ് തോട്ടത്തിൽ തണൽ വിരിക്കുന്നത്. മഞ്ഞപ്പെട്ടിയിലെ വെളിയത്ത് ഗാർഡൻസിലേക്ക് കടന്നാൽ നമ്മൾ വിദേശത്താണോ എന്ന് ഒരു നിമിഷം സംശയിക്കും. വീട്ടുവളപ്പിൽ തണലൊരുക്കി വരവേൽക്കുന്നവരിലേറെയും വിദേശികൾ തന്നെ. അമേരിക്ക, മെക്സിക്കോ, തായ്ലൻഡ്, മലേഷ്യ അടക്കം 50ഓളം രാജ്യങ്ങളിൽ നിന്നായി 500ഓളം അപൂർവ ഇനം വൃക്ഷങ്ങളാണ് ശ്രീകുമാറിന്റെ ഒരേക്കർ വരുന്ന തോട്ടത്തിലുള്ളത്. കായ് വിരിഞ്ഞ് 1 വർഷത്തിന് ശേഷം മാത്രം ഫലമാകുന്ന മേമി സപ്പോട്ടയും ആമസോൺ കാടുകളിൽ മാത്രം വളരുന്ന മേമി ആപ്പിളുമാണ് തോട്ടത്തിലെ വിഐപികൾ. മരമുന്തിരിയും ഒലസോപ്പയും തുടങ്ങി കൊക്കോ പൈനാപ്പിൾ വരെ നീളുന്ന വിദേശികൾക്ക് കൂട്ടായി സപ്പോട്ടയും ചാമ്പയും അടക്കമുള്ള നാട്ടുകാരുമുണ്ട്. പല ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം റിസൾട്ടുകൾ കണ്ടതിന് ശേഷം പിന്നീട് ഫലവൃക്ഷങ്ങളോടായി താല്പര്യം. അങ്ങനെ വിദേശത്തു നിന്നും നമ്മളുടേതായ ക്ലൈമറ്റിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം കാണിക്കുകയും അങ്ങനെ പലതിലും ഇപ്പോൾ റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ചെറുപ്പം മുതൽ വൃക്ഷങ്ങളോടും കൃഷിയോടുമുള്ള അഭിനിവേശം വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ സാക്ഷാത്കരിച്ചതിന്റെ ആഹ്ലാദം ശ്രീകുമാറിനും കുടുംബത്തിനുമുണ്ട്. പെരിയാറിന്റെ തീരത്തെ ശ്രീകുമാറിന്റെ തോട്ടം കാണാൻ സഞ്ചാരികളും എത്താറുണ്ട്. തോട്ടത്തിലെ ഫലവൃക്ഷ തൈകൾ ആവശ്യക്കാർക്ക് വിറ്റഴിക്കാൻ ചെറിയൊരു നഴ്സറിയും ശ്രീകുമാർ നടത്തുന്നുണ്ട്. പക്ഷികളെയും ജീവികളെയും മനുഷ്യരെയും ഒരുപോലെ ആകർഷിക്കുകയാണ് ഫലവൃക്ഷങ്ങളുടെ ഈ തോട്ടം. വരുമാന മാർഗം എന്നതിനപ്പുറം ഇഷ്ടങ്ങളുടെ കൈപിടിച്ച് നടക്കുകയാണ് ശ്രീകുമാറും. പെരുമ്പാവൂരിൽ നിന്നും അനിറ്റ സെബാസ്റ്റ്യൻ, മനോരമ ന്യൂസ്.